ജയ് ഭഗവാൻ. ഒരിക്കലൊരു സത്സംഗിൽ വെച്ച് എന്റെ ഗുരു സദ്ഗുരു ഭഗവാൻ ഹേമന്തശങ്കര സ്വാമിജി പറഞ്ഞൊരു കഥ നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്യാണ്. കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു ഗുരുവിന് ഒരു അനാഥ ബാലനെ കിട്ടി. ഗുരു അവനെ സ്നേഹപൂർവ്വം വളർത്തി. ഗുരുവിന് അവനിലുള്ള സ്നേഹവും വാത്സല്യവും കുറെ കവിഞ്ഞു പോകുന്നതായി മറ്റു ശിഷ്യന്മാർക്ക് തോന്നി. അതവനിൽ അസൂയ ജനിപ്പിച്ചു. ഗുരുവിന്റെ വളർത്തുപുത്രനിലാകട്ടെ വളർച്ചയ്ക്കൊപ്പം ദുസ്വഭാവങ്ങളും വളർന്നു. പല ദുശീലങ്ങൾക്കും അവൻ അടിമയായി. എന്നിട്ടും ഗുരുവിന് അവനോടുള്ള സ്നേഹത്തിന് കുറവുണ്ടായില്ല. ഇത് ശിഷ്യർക്ക് തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ദുർവൃത്തന്റെ നേർക്ക് ഗുരു കാട്ടുന്ന അമിത വാത്സല്യം അവരുടെ യുക്തിക്ക് നിരക്കുന്നതായിരുന്നില്ല. ഒരു ദിവസം രാത്രി ഒരു ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, അങ്ങയുടെ പുന്നാര മകൻ കുടിച്ചു ബോധം കെട്ട് വഴിയരികിൽ കിടപ്പുണ്ട്. മറുത്തൊരക്ഷരവും പറയാതെ ഗുരു ഇറങ്ങി നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ റോഡരികിൽ മരം കോച്ചുന്ന മഞ്ഞത്ത് വേണ്ടത്ര വസ്ത്രം പോലും ഇല്ലാതെ തന്റെ ശിഷ്യൻ ബോധം കെട്ടി കിടക്കുന്ന കാഴ്ചയാണ് ഗുരു കണ്ടത്. അദ്ദേഹം തന്റെ കമ്പിളി വസ്ത്രം ശിഷ്യന്റെ മേൽ വിരിച്ച് തിരികെ പോന്നു. അടുത്ത ദിവസം പ്രഭാതമായി ശിഷ്യന് ബോധം തെളിഞ്ഞു. തന്റെ ദേഹത്ത് കിടക്കുന്ന കമ്പിളി വസ്ത്രം കണ്ട് അയാൾ അമ്പരന്നു. ഇത് ഗുരുവിന്റേതാണ്. പശ്ചാത്താപ വിവശനായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ ഗുരുകുലത്തിലേക്ക് ഓടി. ഗുരുവിന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അശ്രുധാരയാൽ ആ പാദം കഴുകി. ആ കണ്ണുനീരിനാൽ ശിഷ്യന്റെ ഹൃദയം ശുദ്ധമാക്കപ്പെട്ടു. അതോടെ സർവരാലും വെറുക്കപ്പെട്ടിരുന്ന ആ യുവാവിൽ പരിവർത്തനം സംഭവിച്ചു. മറ്റ് ശിഷ്യർക്കു കൂടി അവൻ മാതൃകയായിത്തീർന്നു. ശിഷ്യന്റെ ജന്മാന്തര സംസ്കാരം അറിയുന്ന ഗുരു തന്റെ ദിവ്യമായ ഉൾക്കാഴ്ചയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ ഗുരുവിന്റെ പ്രവൃത്തികളെ വിലയിരുത്തുമ്പോൾ സ്വന്തം പരിമിതികളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. ശിഷ്യ നന്മയ്ക്ക് വേണ്ടത് എന്താണെന്ന് കണ്ടറിഞ്ഞാണ് ഗുരു പ്രവർത്തിക്കുന്നത്. ജീവിതത്തിന്റെ മഹത്വം ഓരോ നിമിഷവും ശിഷ്യനെ ബോധ്യപ്പെടുത്തി അവനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജയ് ഭഗവാൻ.